ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ വെക്കേഷനെ വീട്ടിലൊന്ന് പോയപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്, പുളിങ്ങുണ്ട്, ചാമ്പക്ക, ജാതിക്ക ഒക്കെ ചാടി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. നിലത്ത് കൂടി നിറച്ച് ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. ചാമ്പക്ക ഉണ്ടല്ലേ. പിന്നെ കുളത്തിൻ്റെ അടുത്ത് നിന്നപ്പോൾ ആമ്പലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ഭംഗിയാണ് കാണാൻ ആമ്പൽപ്പൂവ്. ഇതിൽ നിറച്ച ആമ്പലുണ്ടായിരുന്നു കേട്ടോ. ഇത് മീൻ വളർത്തിയപ്പോഴേ ഈ ആമ്പലൊക്കെ ഇതിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ മീൻ വളർത്തൽ നിർത്തിയപ്പോൾ ഒന്ന് വന്നുങ്ങാണ്ട് എവിടുന്നോ ഒരു വേര് വന്ന് മുളച്ച് ഒരാമ്പലിൻ്റെ പൂവ് ഇതാ വിരിഞ്ഞിക്കണം. എന്തോ ഒരു ഭംഗിയാണ് കാണാൻ. ഇതെങ്ങനെയായാലും ഈ കുളത്തുനിന്ന് പോരും കേട്ടോ. അതിൻ്റെ വേര് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ തോട്ടത്തിൽ കൂടിയൊക്കെ ഒന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്താൽ കേട്ടോ. കുളത്തിൻ്റെ അതിലൊക്കെ പോയപ്പോഴേ വീട്ടിലെ ചെടികളും പിന്നെ മാങ്ങയും ഒക്കെ ഒന്ന് ഫോട്ടോ എടുത്താൽ കേട്ടോ. വീഡിയോ ഇഷ്ടമായ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കൊണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി, കോളെന്ന ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തി നമുക്കൊന്ന് സപ്പോർട്ടാക്കൊണ്ട്. അങ്ങനെ നമ്മളെ പുളി, നമ്മളെ 200 കൊല്ലം മുന്നല്ല പുളിയാട്ടത്. ഈ പുളിക്ക് ഇങ്ങനെ തടുണ്ടാക്കിയിട്ടുണ്ട്, തിണ്ടുണ്ടാക്കിയിട്ടുണ്ട് ഇരിക്കാൻ. പൈമൊക്കെ ഇരുന്നു കേട്ടോ. നല്ലൊരു കാറ്റാണ് ഇവിടെ ഇരിക്കുമ്പോൾ. വലിയൊരു പുളിയാട്ടോ. പുളിങ്ങൊക്കെ നിലത്ത് കൂടി ചാടി കിടക്കുന്നു കേട്ടോ. ഈ നിലത്ത് ചാടിയ പുളിയെ ഭയങ്കര മധുരമാണ് കഴിക്കാൻ. അങ്ങനെ നമ്മളെ ചെറിയ ചക്ക ഉണ്ടല്ലോ, ചെറിയ പ്ലാവുമ്പോൾ നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചക്കൻ്റെ ഫോട്ടോ ആണിത്. കുറേ ചക്ക ചാടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഈ 2 എണ്ണമുള്ളൂ ഇതിമ്മ ബാക്കി. നല്ലൊരു വഡ്ഡയ്യാണ് ചക്ക പ്ലാവ്. ഒരു കൊല്ലം കൊണ്ട് കഴിച്ചതാട്ടോ. അത് ചെറിയ ചക്കയാണ്. ഇത് നല്ല മധുരാട്ടോ. ചെറിയ ചക്കയാണ് തരുന്നത്. ചോളയൊക്കെ നല്ല മധുരമാണ്. അങ്ങനെ നമ്മളെ പ്ലാവും കണ്ടു. അപ്പുറത്ത് തന്നെ ഒരു മാവുണ്ട് കേട്ടോ. ആ മാവിൽ നിറച്ച് മാങ്ങ ഉണ്ട് കേട്ടോ. ഞാൻ ആ മാങ്ങയൊക്കെ ഒന്ന് അറുത്ത് നോക്കിയതാണ്. മാങ്ങ അറുക്കാൻ വേണ്ടിയാണ് കൊമ്പൊന്നൊരു കുലുക്കിട്ടോ. കുലുക്കിയപ്പോൾ എൻ്റെ കയ്യുമ്മ കൂടി ആകെ പുളിയെറുമ്പ് കടിച്ചിട്ടേ. എന്തുമാരത്തെ പുളിയെറുമ്പാണ് മാവുമേറി നിറച്ച് പുളിയെറുമ്പാണ്. കയ്യുമ്മൊക്കെ കടിച്ചിട്ട് ഞാൻ ഓടിപ്പോയി അവിടെ. എന്തോ ഒരു വേദനയാണ് പുളിയെറുമ്പ് കടിച്ചാൽ. ഞാൻ അറിയാതെ ഒന്ന് കുലുക്കിയത് കേട്ടോ. എൻ്റെ കൈയിൻ്റെ പണിയാണ് കഴിഞ്ഞു കടിച്ചിട്ട്. കണ്ടില്ലേ കയ്യുമ്മ കടിച്ചിക്കണ് അല്ലേ. വലിയ പുളിയെറുമ്പാട്ടോ. ഞാൻ അതൊക്കെ ഇട്ട് ഓടി അവിടുന്ന്. മാങ്ങയും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ നിലത്തി അടി കിടക്കണ പുളിങ്ങയൊക്കെ ഒന്ന് പൊറുക്കിയ കേട്ടോ. ഈ പുളിങ്ങ ഉണ്ടല്ലോ, ഇത് നിലത്തിയാടി മഴക്കാലത്ത് ഇങ്ങനെ നിലത്തിയാടുമ്പോഴേ ചെറിയൊരു മഴ ഉണ്ടാകുമ്പോൾ ഭയങ്കര മധുരം കേട്ടോ. ശർക്കര പുളിൻ്റെ പോലെയാണ് ഈ പുളിങ്ങ കഴിക്കാൻ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൂടെയും കാണാം. വീഡിയോയിലേക്ക് പോയാലോ? അങ്ങനെ നമുക്ക് മുറ്റത്തെ ചെടികളൊക്കെ ഒന്ന് കാണാം. ഈ ഒതുക്കണ്ടല്ലേ, ഈ ഞങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വരാമല്ലോ ഒതുക്കാട്ടത്. പണ്ടത്തെ കാലത്തുള്ള ഒതുക്കുകളാണ്. വണ്ടികളൊക്കെ വരാൻ അപ്പുറം വഴിയുണ്ട് കേട്ടോ. കുറേ ഒതുക്കുകൾ ഇങ്ങനെ കെട്ടിയിട്ട് അവിടെ ഒരു കടായുണ്ട്. കടായ എന്ന് പറയുന്നത് നിങ്ങൾ പണ്ടത്തെ. അത് അപ്പുറത്തേക്ക് കടന്ന നല്ല ഒരു റോഡാണ്. കുന്നും മലയും റോഡൊക്കെ ഉണ്ട്.
അല്ലേ മാങ്ങ ഉണ്ടല്ലേ നിറച്ച് എല്ലാ മാവും പൂത്തിട്ടുണ്ട് കേട്ടോ. നിറച്ച് മാങ്ങയാണ്. പക്ഷേ ചില മാവുമ്മയൊക്കെ പുളിയറുമ്പുണ്ട്. നമ്മളെ കയ്യുമ്മൺ കടിച്ച കാണുമ്പോൾ നമുക്കറിയില്ല മാങ്ങ തറുക്കുന്നതോടെ നമ്മളെ കയ്യുമ്മൺ കയറുമൊക്കെ പറയാം. അങ്ങനെ പുളിയറുമ്പ് കടിച്ചുകൊണ്ട് ഓടിയതാണ്. അപ്പോൾ ഞാൻ വിടുന്നു. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും കണ്ടാലോ.